സോ മേനക സുരേഷ് എന്ന് പറയുന്ന ആ മേനക ചേച്ചിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് ആസ് എ വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ സുരേഷ് സാർ എങ്ങനെയാണ്? ഭയങ്കര റൊമാൻറ്റിക് ആണോ അതോ റഫ് ആൻഡ് ടഫ് ആണോ? ഓ റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചപ്പോഴേ ചേച്ചി ഒരു എക്സ്പ്രഷൻ ഇട്ടു. അതിൽ നിന്ന് മനസ്സിലായി റഫ് ആൻഡ് ടഫ്. ഒന്നുമല്ല, റൊമാൻറ്റിക് അല്ല, ചേച്ചിയാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആണ് അല്ലേ? ഞാനാണ് ഈ പുറയിലേ ആ എപ്പോഴും ഇങ്ങനെ കൈ പിടിച്ച് നടക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിന്നാരം പറഞ്ഞു ഞാനൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ. സുരേഷ് ചേട്ടന് എന്തോ ഒരു നാണം പോലെയാണ് കൂടെ നടക്കുന്നത്. അതായത് ആൾക്കാർ കാണുമ്പോ അവിടെ പോയി ഇരിക്കും, ഞാൻ ഇപ്പൊ വരാന്നൊക്കെ പറയും. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബിഗ് സീറോ ആണ്. ഓ പറയേയില്ല, ഒരു കാര്യം അതായത് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അങ്ങനത്തെ ഇല്ല, കാര്യങ്ങൾ ഒന്നും പറയില്ല. ഇപ്പം എക്സാമ്പിൾ ഒരു നമ്മുടെ ആനി ഷാജി ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് തേർഡ് കുട്ടി ഇതായി. അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പൊ എനിക്കറിയില്ല, അവർക്ക് 2 ആൺകുട്ടികളുള്ളത് എനിക്കറിയാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴേക്കും കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഏത് കുട്ടിയാണെന്ന് ചോദിച്ചു. എന്റെ കൊച്ചാ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൊച്ച, എനിക്കറിയില്ല. കൊള്ളാം, ഇവിടെ കണവൻ വന്നിരുന്നല്ലോ, വന്ന് 6ാമത്തെ 7ാമത്തെ മാസമുള്ളപ്പോൾ ഊണൊക്കെ കഴിച്ചിട്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചേട്ടാ എങ്ങനെയാണെന്ന്, ഞാൻ മറന്നുപോയി, ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഒരു കാര്യം പറയില്ല. ഞാൻ ഇങ്ങനെ കെഞ്ചി എന്തൊക്കെയോ നോക്കി പറയേ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല, ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പറയുന്നത്. അങ്ങനില്ല പപ്പി, തലക്കകത്ത് 100 പ്രശ്നങ്ങളാണ്. അത് അപ്പം ശരിക്കും മറന്നു പോകുന്നതാണ്, എനിക്കറിയാം. പക്ഷെ ഞാൻ ചുമ്മാ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ പപ്പി എന്ന് പറയുന്നത് സുരേഷ് സാറ് ചെല്ലമ്മ കൂപ്പിടുന്നതല്ലേ? എന്റെ പേര് പത്മാവതി എന്നാണല്ലോ, അത് പപ്പി എന്നാക്കിയത് സുരേഷ് ചേട്ടനാണ്. അത് കഴിഞ്ഞ് പിന്നെ പപ്പി ചേച്ചി, പപ്പി ആന്റി, പപ്പി 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 അങ്ങനെ പിന്നെ എല്ലാവരും. സുരേഷ് സാറ് പപ്പിന്ന് മാത്രമല്ല പപ്പിമ്മ, പപ്പി ഡാർലിംഗ് എന്നൊക്കെ വിളിക്കോ? അങ്ങനെ വിളിച്ചെങ്കിലോ? വിളിക്കില്ല. പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ലേ? പപ്പി അപ്പോഴും പപ്പിയുള്ളൂ. അത് ശരി. ആൻഡ് നിങ്ങളുടെ ആ ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ, ആ ലവ് എങ്ങനെ സ്റ്റാർട്ടായി? ആൻഡ് ലവ് ആ സമയത്തുള്ള സുരേഷ് സാർ എങ്ങനെയായിരുന്നു? പൂച്ചക്കൊരു മൂക്കുത്തി ഷൂട്ടിംഗ് സമയത്തിലായിരുന്നു. എപ്പോഴും ആകാരത്തിന് കുറ്റം പറയും സുരേഷ്. ഏത് ആകാരത്തിനും കുറ്റം പറയും. ഇന്ന് വെച്ചതാണെങ്കിൽ പോലും രാവിലെ വെച്ചത് വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര മറ്റേ ജാമ്പവാൻ കാലത്തിൽ ഉണ്ടായതാണോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. ഇങ്ങനെ പണ്ടേ അങ്ങനെയാണ്, ഇപ്പോഴും അല്ല, പണ്ട് കല്യാണത്തിന് മുന്നേ. അപ്പം ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കണ പെണ്ണിൻ്റെ ഗതി അതോ ഗതിയാണ്. ഒരു കാര്യം ചെയ്യണം, കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ എടുത്ത് കൊണ്ടുപോയി ആ കൊച്ചിന് ഒരു 2 മാസമെങ്കിലും ട്രെയിനിങ് കൊടുക്കാതെ കല്യാണം കഴിക്കരുത് കേട്ടോ, പാവാം കൊച്ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരും അത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ എടുത്ത് ബായി പറഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോവാം. അങ്ങനെ ലിഫ്റ്റിൽ ഇറങ്ങുമ്പം എന്നാൽ എപ്പോൾ വരുന്നു 2 മാസം എൻ്റെ അമ്മ എടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടി എന്ന് ചോദിച്ചു. പ്രൊപ്പോസ് ചെയ്തു. അതാണ് ചേട്ടൻ്റെ. പിന്നെ എന്റെ മുഖത്ത് നോക്കിയില്ല, ചേട്ടൻ അങ്ങ് ഒറ്റ പോക്ക് പോയി. ഞാനിങ്ങനെ ബ്ലിങ്ക് അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ എനിക്ക് കല്യാണം കഴിക്കാന്നുള്ള ഇഷ്ടമാണ് എന്റെ ഒരു സൂചന തന്നത്. അത് കൊള്ളാം, അത് അസലായിരുന്നു. ശരിക്കും ഒരു സിനിമയുടെ പോലത്തെ സീൻ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. ആൻഡ് മമ്മൂക്ക എന്തോ ഈ കല്യാണം വേണ്ട മേനക എന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടു. മമ്മൂക്ക അത് എന്താന്ന് വെച്ചാൽ ഒന്നും മിണ്ടാത്ത പരിപാടി സെറ്റിലായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ലവ് ഉണ്ടായിരുന്ന കാലമായിരുന്നു. അപ്പം മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ഊട്ടിയിൽ താമസിക്കുന്ന അതേ ഹോട്ടലിൽ താഴെയാണ് ഫോണുള്ളത്. അപ്പം മുകളിൽ ബാലുക്കിരിയത്ത് അവരെല്ലാവരും ഉണ്ട്. ക്ലൈമാക്സ് എടുക്കുകയാണ്. അതായത് ഞാനും മമ്മൂക്കാവും ഡയലോഗൊക്കെ കുറേ പറഞ്ഞ് 2 പേരും ചാവാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ സീന് ഭയങ്കര റിഹേഴ്സലും കാര്യങ്ങളും എടുത്തപ്പോഴേക്കും മാമിന് ഫോണെന്ന് പറഞ്ഞു. അപ്പം ബാലുക്കിരിയത്ത് ചേട്ടൻ പറഞ്ഞു പോ സംസാരിച്ചിട്ട് വന്നു. ഇവർക്ക് എല്ലാവർക്കും അറിയാം, ചെല്ല് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ താഴോട്ട് പോയപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്ത് മാം ഫോണാണെന്ന്. അപ്പം ഞാൻ എടുത്ത് പോയി പറഞ്ഞു ഞാൻ മൂകാംബിക പോവുകയാണ്, 4 ദിവസമാവും ഞാൻ വരാനായിട്ട്, 4 ദിവസം ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ് നീ വിഷമിക്കരുത്, ഇത് പറയാനാണ്. അപ്പൊ അതുപോലെ ഇപ്പോഴുണ്ടായിരുന്നെങ്കിലോ, ഇപ്പൊ പോയ വഴി ഞാൻ വിളിക്കണം. അപ്പൊ ഞാൻ അത് ശരി ചേട്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് മോളിൽ പോയപ്പം നമുക്ക് ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അവനായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എന്താണ് അവനായിരിക്കുന്നു? കൊച്ചെ ഞാൻ ഒരു കാര്യം പറയാം, നീ നിന്റെ ഇതെന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻ ഇതാണ്, നിങ്ങളുടെ സിസ്റ്റമേ വേറെയാണ്. അവൻ എന്ന് പറയാൻ എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരനാണ്, എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ്, അവരുടെ രീതി വേറെയാണ്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരൂല്ല. നിന്റെ നന്മയ്ക്കും അവൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ അപ്പോൾ ഗ്ലിസറിനൊക്കെ എടുത്തിട്ട് ആദ്യം കണ്ണിലൊക്കെ ഗ്ലിസറിൻ ഇട്ട് കരഞ്ഞ് ആദ്യം ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് ചാവാം, അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. കൊച്ചേ ഞാൻ നിന്റെ നല്ലതിനടി പറയുന്നത് ഭയങ്കര സ്നേഹമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചക്ക ഞങ്ങൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കും, പോരെ
ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ആദ്യം നമുക്ക് ചാവാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ആ സീൻ കംപ്ലീറ്റ്. ഇപ്പം സക്സസ് പറയുന്നു മമ്മൂക്ക. ഇപ്പം നമുക്ക് സോ ഹാപ്പി. ഞാൻ അന്ന് അവളുടെ അടുത്ത് പറഞ്ഞതാണ്, അവൾ എന്നെ വെല്ലുവിളിച്ചതാ കേട്ടോന്ന് സുരേഷ് ഏട്ടനോട് തന്നെ പറഞ്ഞു. അങ്ങനെ സുരേഷ് ഏട്ടനോട് വന്ന് പറഞ്ഞു, എടി ഞാൻ ചക്ക ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു, എന്നോട് പറഞ്ഞു. അവളങ്ങ് സാധിച്ച് കാണിച്ചു കേട്ടത്. എന്നെ ചക്ക വിളിക്കുന്നത് പത്മകുമാരി മേനകാവതി എന്നാണ് വിളിക്കുന്നത്. ഓ, പത്മാവതി കൃഷ്ണകുമാരി എന്നാണ് വീട്ടിൽ പേര്, കുമാരി എന്നാണ് എന്നെ വിളിക്കുന്നത്. മേനക. അപ്പൊ പത്മകുമാരി മേനകാവതി എന്നാണ് എന്നെ ഇദ്ദേഹം ഇപ്പോഴും കണ്ടത്. എന്താ പത്മകുമാരി മേനകാവതി പറയുള്ളൂ, ഇങ്ങനെ പറയുള്ളൂ. സോ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു മൂത്ത സ്ഥാനത്തിൽ വെച്ചിട്ടാണ് ചിന്തിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ ഇതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാണിച്ചു കൊടുത്തു. സോ ഹാപ്പി.